Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു വാലിഡിറ്റി, അക്കോർഡിംഗ് ടു ഫോർമേഷൻ, അക്കോർഡിംഗ് ടു പെർഫോമൻസ്. അക്കോർഡിംഗ് ടു വാലിഡിറ്റീൻ്റെ അണ്ടറിൽ 6 ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്, second one void contract, third one void agreement, fourth one voidable contract, fifth one unenforceable contract, sixth one illegal contract. Next category ആണ് according to formation. ഫോർമേഷൻ്റെ അണ്ടറിൽ കോൺട്രാക്ട്സിനെ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട്സിനെ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ്, സെക്കൻഡ് വൺ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, തേർഡ് വൺ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, ഫോർത്ത് വൺ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇനി ഈ ഓരോ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി. എൻഫോഴ്സിബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കോൺട്രാക്ട്സുകളാണ് വരുന്നത്? അതിൽ ഫസ്റ്റ് കോൺട്രാക്റ്റാണ് വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. എൻഫോഴ്സിബിലിറ്റി ഉള്ള ഏതൊരു എഗ്രിമെൻറ്റിനെയും വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അഥവാ എഗ്രിമെൻറ്റിന് നിയമസാധുതയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വോയിഡ് കോൺട്രാക്റ്റ്. സെക്ഷൻ 2 സബ്സെഷൻ I ഡിഫൈൻ എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ. വോയിഡ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 2 സബ്സെഷൻ I പ്രകാരം വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിയമപരമല്ലാത്ത ഏതൊരു എഗ്രിമെൻറ്റിനെയും വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിയമപരമല്ലാത്ത ഏതൊരു എഗ്രിമെൻറ്റിനെയും വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അഥവാ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത ഏതൊരു എഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് വോയിഡ് എഗ്രിമെൻറ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ G ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, an agreement not enforceable by law is said to be void. നിയമസാധുതയില്ലാത്ത ഏതൊരു എഗ്രിമെൻറ്റിനെയും വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ G പ്രകാരം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ വോയിഡ് എഗ്രിമെൻ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സാഡ് ടു ബി വോയിഡ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നിയമപരമല്ലാത്ത ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ്. എൻ എഗ്രിമെൻ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദി പാർട്ടീസ് thereto ബട്ട് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് അതർ ഓഫ് അതേഴ്സ് ഇസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരാളെ ഭീഷണിപ്പെടുത്തി ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്തരം കോൺട്രാക്ട്സുകൾ നമ്മൾ എന്ത് പറയുന്നു? വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്ന അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് വൺ വിച്ച് cannot be enforced in a court of law because of some technical defects such as absence of writing, time barred, want of stamps, etc. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം കൊണ്ട് നമുക്ക് കോർട്ടിൻ്റെ മുന്നിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസുകളിൽ ഫോം ചെയ്യുന്ന കോൺട്രാക്ട്സുകളാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം കൊണ്ട് നമുക്ക് കോർട്ടിൻ്റെ മുന്നിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫോം ചെയ്യുന്ന കോൺട്രാക്ട്സുകളെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. It is one which is criminal in nature or which is immoral, which is against public policy. A contract arising out of an illegal agreement is called illegal ab initio. Illegal contract എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
മുൻകൂട്ടി ഒഴിവാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. മുൻകൂട്ടി പ്രോഹിബിറ്റ് ചെയ്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു ഫോർമേഷൻ. അക്കോർഡിംഗ് ടു ഫോർമേഷൻ്റെ അണ്ടറിൽ കോൺട്രാക്ട്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എക്സ്പ്രസ് കോൺട്രാക്റ്റ്. If the terms of contract are expressly agreed upon, whether orally or in written writing, at the time of formation of contract. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സ്പോക്കൺ ഫോമിലോ റിട്ടേൺ ഫോമിലോ ഉള്ള ഒരു ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാവണം ആ കോൺട്രാക്റ്റ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കേണ്ടത്. അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്. എ കോൺട്രാക്റ്റ് വിച്ച് കംസ് ഇൻ ടു ബീയിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ആക്ട് ഓർ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ് ആൻഡ് നോട്ട് ബൈ ദെയർ എക്സ്പ്രസ് വേർഡ്സ് റിട്ടേൺ ഓർ സ്പോക്കൺ ആർ നോൺ ആസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇവിടെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓറൽ ഫോമിലോ റിട്ടേൺ ഫോമിലോ പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ റിട്ടേൺ ഫോമിലോ സ്പോക്കൺ ഫോമിലോ ഒന്നും യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഡിസിഷൻസും ഒന്നും അവിടെ മെൻഷൻ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോസി കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് അറ്റ് ഓൾ. കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട്സ് അല്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ലോ. അണ്ടർ സർട്ടൻ circumstance, law itself creates legal rights and obligations against the parties. കോസി കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്ത പാർട്ടീസിൻ്റെ മുകളിൽ ചില റൈറ്റ്സ് അല്ലെങ്കിൽ ചില ഒബ്ലിഗേഷൻസ് നിയമം മൂലം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വന്നു ചേരുന്ന കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ലാസ്റ്റ് ടൈം ഫൈനൽ കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ അണ്ടറിൽ കോൺട്രാക്റ്റിനെ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ്, സെക്കൻഡ് വൺ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, തേർഡ് വൺ യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് കോൺട്രാക്റ്റ്, ഫോർത്ത് വൺ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ്? വെൻ ബോത്ത് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ഹാവ് ഫുൾഫിൽഡ് ദി റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് ആൻഡ് നത്തിങ് റിമൈൻസ് ടു ബി ഡൺ ബൈ ഐദർ പാർട്ടീസ്. എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസിൻ്റെയും ഇടയിൽ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന 2 പാർട്ടീസിൻ്റെയും ഡ്യൂട്ടീസും ഒബ്ലിഗേഷൻസും എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് executory contract. These are the contracts where the obligations on both the parties are outstanding wholly or in part at the time of formation of a contract. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിൻ്റെ ഒബ്ലിഗേഷൻസ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്പോട്ട് ടൈമിലായിരിക്കും പെർഫോമൻസ് നടത്തുന്നത്. നേരെ മറിച്ച് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്താണ്, ഫ്യൂച്ചറിലായിരിക്കും അതിൻ്റെ പെർഫോമൻസ് നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് കോൺട്രാക്റ്റ്. എന്താണ് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? വേർ വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ ഐദർ ബിഫോർ ഓർ അറ്റ് ദി ടൈം വെൻ കോൺട്രാക്റ്റ് കമ്മിങ്സ് ടു എക്സിസ്റ്റൻസ്. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഭാഗത്തുള്ള ഒബ്ലിഗേഷൻസ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട്സിൽ 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. ആ 2 പാർട്ടീസിന് എന്താണ്, ഒരുപാട് ഒബ്ലിഗേഷൻസും റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഒരു പാർട്ടി മാത്രം ആ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ വൺ സൈഡഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദി ഒബ്ലിഗേഷൻസ് ഓൺ ദി പാർട്ട് ഓഫ് ബോത്ത് the parties to the contract are outstanding at the time of the contract. ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടീസിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് പാർട്ടീസിൻ്റെയും ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഇവർ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ കോൺട്രാക്റ്റ് 3 കാറ്റഗറി ആയിട്ടാണത്. അക്കോർഡിംഗ് ടു വാലിഡിറ്റി, അക്കോർഡിംഗ് ടു ഫോർമേഷൻ, അക്കോർഡിംഗ് ടു പെർഫോമൻസ്. ദെൻ അക്കോർഡിംഗ് ടു വാലിഡിറ്റിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ്? വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ദെൻ അക്കോർഡിംഗ് ടു ഫോർമേഷൻ്റെ അണ്ടറിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് ഫൈനലി കോസി കോൺട്രാക്റ്റ്. ദെൻ അക്കോർഡിംഗ് ടു പെർഫോമൻസിൻ്റെ അണ്ടറിൽ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ഓർ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്